നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മംഗളം വേൾഡ് വൈഡ് ലിമിറ്റഡ് എന്ന ഒരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു SME കമ്പനിയാണ്. മംഗളം സർലോഹ് എന്നാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ഈ കമ്പനി ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് അവരൊരു 65.6 കോടി രൂപയാണ് റേസ് ചെയ്യാൻ പോകുന്നത്. അതായത് 64.93 ലക്ഷം ഓഹരികളാണ്, എല്ലാം ഫ്രഷ് ഓഹരികളാണ് ഇവർ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഈ കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറേഴ്സ് ആണ്. ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയട്ടെ, എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, പിന്നെ എല്ലാവിധ സപ്പോർട്ടും നൽകുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. മംഗളം വേൾഡ് വൈഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ മംഗളം സർലോഹ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന കമ്പനി 1995 ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർ പ്രധാനമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് ബില്ലറ്റ്സ്, ഫ്ലാറ്റ് ബാർസ്, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റീലിൻ്റെ പ്രോഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് കൂടാതെ സ്ക്രാപ്പിലും ഫെറോ അലോയ്സിലും എല്ലാം ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് 2019 2 യൂണിറ്റുകളെ കൂടി കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അത് ഹലോൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഗർവാൾ മിറ്റൽ കോൺകാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. അതായത് അവർ 66,000 മെട്രിക് ടൺ പെർ ആനം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബില്ലറ്റ്സ് നിർമ്മിച്ചിരുന്ന ഒരു യൂണിറ്റാണ്. അത് ടേക്ക് ഓവർ ചെയ്തു. അതുപോലെ തന്നെ ചാങ്കോദാർ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് രണ്ടും ഗുജറാത്തിലുള്ളതാണ്, അവിടെ ഉണ്ടായിരുന്ന വികാർ സ്റ്റെയിൻലെസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ്, അവരാണെങ്കിൽ 90,000 മെട്രിക് ടൺ പെർ ആനം ഫ്ലാറ്റ് ബാറുകൾ നിർമ്മിച്ചിരുന്ന ഒരു യൂണിറ്റാണ്. ഇത് രണ്ടും ലീസ് ആൻഡ് ലൈസൻസ് ബേസിൽ തന്നെ കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അവർക്കിപ്പോൾ 137 എംപ്ലോയീസ് ഇപ്പോൾ കമ്പനിക്ക് നിലവിലുണ്ട്. മംഗളം സർലോഹിൻ്റെ ബിസിനസ് നടക്കുന്നത് പ്രധാനമായിട്ടും ഗുജറാത്ത് കൂടാതെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിലാണ്. പിന്നെ മറ്റൊരു കാര്യം, ബ്രസീലിലേക്ക് ഇവർ കയറ്റി അയക്കുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സ് എന്നുള്ളതാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഡയറി എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനികൾ, പിന്നെ യൂട്ടൻസിൽസ്, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീൽ പാത്രങ്ങളുടെ നിർമ്മാതാക്കൾ, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ, എയറോസ്പേസ്, മെഡിക്കൽ ഡിവൈസസ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രികളിലാണ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഇൻഡസ്ട്രികളിലാണ് ഇവരുടെ പ്രോഡക്ട്സ് കൂടുതലായിട്ടും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പബ്ലിക് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 87.04% ഓഹരികളുണ്ട്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിപിൻ പ്രകാശ് മംഗൾ, ചാണക്യ പ്രകാശ് മംഗൾ, അതുപോലെ തന്നെ ചന്ദ്രഗൗത് പ്രകാശ് മംഗൾ എന്ന് പറയുന്ന 3 പേരാണ്. ഇവരുടെ കൈവശമുള്ള ഈ ഓഹരികൾ ഇനി പബ്ലിക്കിൻ്റെ കൈകളിലേക്ക് പബ്ലിക് ഇഷ്യൂ വഴി ഇത്രയും ഓഹരികൾ കൂടി വന്നു കഴിയുമ്പോൾ 63.97% ഇവരുടെ ഓഹരികൾ മാറും. ഈ ഇഷ്യൂ കഴിയുമ്പോൾ ഇവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ടോട്ടൽ 26.5% മാറും. അതായത് ഇപ്പോൾ അവരുടെ 18.01 കോടിയാണ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. അത് 24.5 കോടിയായിട്ട് മാറും. പിന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴത്തെ വില വെച്ചിട്ട് ഇപ്പോൾ ഇഷ്യൂവിനിട്ടിരിക്കുന്ന വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് 247.46 കോടിയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട മറ്റൊരു കാര്യം, 2021 സെപ്റ്റംബറിൽ ഇവർ ഒരു ഓഹരിക്ക് 50 ഓഹരികൾ ബോണസായിട്ട് കൊടുത്തു. അതായത് സൗജന്യമായിട്ട് ഇപ്പോഴത്തെ ഓഹരി ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ഓഹരി ഉള്ളയാൾക്ക് 50 ഓഹരികൾ ബോണസായിട്ട് നൽകി എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് നോക്കാം. മംഗളം വേൾഡ് വൈഡിൻ്റെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2021-2022 വർഷങ്ങളിലെ കണക്കാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് റവന്യൂ പരിശോധിക്കാം. 2021 303 കോടിയായിരുന്നു ഇതിൻ്റെ റവന്യൂ എങ്കിൽ അടുത്ത വർഷം 2022 ആയപ്പോഴത്തേക്ക് നല്ലൊരു വളർച്ചയാണ് കാണുന്നത്. 533.5 ഇതിൻ്റെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അറ്റാദായം നോക്കൂ, 2.7 2021 അടുത്ത വർഷം 2022 12.3 അത്രയും കോടിയായിട്ട് ഇതിൻ്റെ അറ്റാദായം വർദ്ധിച്ചിരിക്കുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ സ്റ്റീലിനുണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ ആവറേജ് EPS 66.85 മാറും.
അതുപോലെ തന്നെ ആവറേജ് റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 24.9% ആയിരിക്കും. പിന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് NAV അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ ഇഷ്യൂവിന് ശേഷം 45.33 ആയിരിക്കും ഇതിൻ്റെ പെർ ഷെയർ, ഇതിൻ്റെ ഒരു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ പിയർ കമ്പനികളായിട്ട് നോക്കുമ്പോൾ, ലിസ്റ്റഡ് കമ്പനികളായിട്ട് നോക്കുമ്പോൾ ഷാ അലോയ്സും ഇന്ത്യ സ്റ്റീലുമാണ്. മാർക്കറ്റിൽ നിന്ന് മംഗളം സർലോഹ് എന്നുള്ള ഈ SME കമ്പനി 65.6 കോടി രൂപ റേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ തുക ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 52 കോടി രൂപയാണ് ഈ 65.6 കോടിയിൽ നിന്ന് അവർ 52 കോടി രൂപയും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ള കമ്പനിയുടെ ആവശ്യത്തിന് 13 കോടി രൂപയോളം അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ഇഷ്യൂ മാനേജ് ചെയ്യാനാണ് ബാക്കി ഒരു 60 ലക്ഷം രൂപ അവർ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, അറിയപ്പെടുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ലീഡ് മാനേജർ ബി ലൈൻ ബ്രോക്കിംഗ് ലിമിറ്റഡ്, ഇത് രണ്ടും വളരെയധികം മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ SME കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതൊരു ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണ്. ഒരു ഷെയറിന് 101 രൂപയാണ് പെർ ഷെയറിൻ്റെ വില. പിന്നെ ഫ്രഷ് ഇഷ്യൂ ആയിട്ടാണ് എല്ലാം തന്നെ വരുന്നത്. 64.93 ലക്ഷം ഓഹരികളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടോട്ടൽ വരുന്നത് 65.6 കോടി രൂപയാണ്. ഇത് ചെറുകിടക്കാർ എത്ര അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 1200 ഓഹരികൾ അപ്ലൈ ചെയ്യണം. അത്രയേ പറ്റുള്ളൂ, മിനിമവും മാക്സിമവും. ഇനി ഇത് SME ആയതുകൊണ്ടാണത്. ഫേസ് വാല്യൂ 10 രൂപയാണ്. 50% ഓഹരികൾ നമുക്ക് റീറ്റെയിലേഴ്സിന് കിട്ടും. ബാക്കി 50% HNIസിൻ്റെ സെഗ്മെൻറ്റിലേക്കാണ് കൊടുക്കുന്നത്. നമുക്കിനിയും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് NSEയിലാണ് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. NSE എമർജ് എന്ന് പറയുന്ന SME പ്ലാറ്റ്ഫോമിലായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 7 ജൂലൈ 7 റീഫണ്ട് കിട്ടുന്നത് 8 ഓഹരി കിട്ടാത്തവർക്ക്. ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഓഹരി ലഭിച്ചവർക്ക് 11 ജൂലൈ 11 ലിസ്റ്റിംഗ് ജൂലൈ 12 ഇനി ഇത് അപ്ലൈ ചെയ്യണോ എന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. അതായത് ഇത് സ്റ്റീൽ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബോട്ടം ലൈൻ നോക്കുമ്പോൾ ഇതിൻ്റെ അറ്റാദായം നമ്മൾ കണ്ടു. ഇത് വളരെയധികം ഈ കഴിഞ്ഞ വർഷം വളരെയധികം മികച്ച നിലയിലേക്കാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. അത് നല്ല ലാഭം കാണിക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ സ്റ്റീലിൻ്റെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതൊരു സംശയകരമാണെങ്കിൽ പോലും അത് നമുക്ക് അങ്ങനെ ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. ചെറുകിടക്കാരെന്തായാലും ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന്, സ്മോൾ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മാറി നിൽക്കുന്നതാണ് SMEയുടെ കാര്യത്തിൽ നല്ലത്. എന്നാൽ ലോങ് ടേം ആയിട്ട് ഒരല്പം റിസ്ക് എടുക്കാനും ഒക്കെ തയ്യാറുള്ള, റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ളവർ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി എങ്ങനെയാണ് ഈ SME ഓഹരികൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഷെയർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. മറ്റ് ഓഹരികളിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല ഇത് അപ്ലൈ ചെയ്യുന്നതിനും. മംഗളം വേൾഡ് വൈഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ മംഗളം സർലോഹ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ തരത്തിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.